വൈദ്യുതി പോസ്റ്റ് സ്ഥാപിക്കാൻ തോട്ടം മാനേജ്മെന്റ് അനുവദിക്കുന്നില്ല. വണ്ടിപ്പെരിയാർ 4-ൽ 4-അംഗ കുടുംബം ഇരുട്ടിൽ. കുട്ടികൾ പഠിക്കുന്നത് മെഴുകുതിരിയുടെ വെട്ടത്തിൽ. ഇത് എന്ത് എവിടത്തെ ന്യായമാണ് ഈ കാണിക്കുന്നത്? ഒരു ഇച്ചിരി വൈദ്യുതി പോസ്റ്റ് ഇട്ടു, അതിൽ ആ കുട്ടികൾക്ക് വെട്ടം കൊടുക്കണ്ടേ? അല്ലെങ്കിൽ ആ കുടുംബത്തിനെ വേറെ സ്ഥലത്തേക്ക് മാറ്റി, അപകടം നടന്ന സ്ഥലമാണെങ്കിൽ വേറെ സ്ഥലത്തേക്ക് ഒരു വീട് വെച്ച് കൊടുക്കേണ്ട കാര്യമല്ലേ ഉള്ളൂ. എനിക്കിപ്പോൾ പറയാനുള്ളത് ആ കുട്ടികളോടാണ്. ഇതേപോലെ ഒരുപാട് മഹാന്മാർ സ്ട്രീറ്റിൻ്റെ വെളിച്ചത്തിലിരുന്നാണ് പഠിച്ചത്. ഒക്കെ രാത്രിയിൽ പകലിലൊക്കെ നല്ലപോലെ പണിയെടുത്ത് തെരുവ് വിളക്കത്തിൻ്റെ വെളിച്ചത്തിലിരുന്നാണ് പഠിക്കുന്നത്. നിങ്ങൾ ഈ മെഴുകുതിരി വെട്ടത്തിലിരുന്ന് പഠിക്കുന്നുണ്ടല്ലോ, നിങ്ങളുടെ അറിവ് ആയുധമാക്കി പഠിച്ച് മുന്നേറി ആ സ്ഥലം നിങ്ങൾ വിലയ്ക്ക് മേടിക്കണം. അവിടെ ഒരു വൈദ്യുതി പോസ്റ്റ് സ്ഥാപിക്കണം എന്നല്ല, പറ്റാവുന്ന വികസനം ആ നാടിന് വേണ്ടി ചെയ്തു കൊടുക്കണം. നിങ്ങളോ ഇങ്ങനെ പറഞ്ഞ് തടസ്സപ്പെടുത്തിയത് നിങ്ങളുടെ ഒരു വിദ്യകളെ, നിങ്ങളുടെ പഠനത്തെ അത് ബാധിക്കില്ലെന്ന് നിങ്ങൾ തെളിയിച്ചു കൊടുക്കണം. ഇങ്ങനെയുള്ള വഴിമുടക്കുകളെ ജീവിക്കാൻ അനുവദിക്കാത്തവരുടെ മുമ്പിൽ നിങ്ങൾ ജയിച്ച് കാണിച്ചു കൊടുക്കണം. ആ മെഴുകുതിരി കേട്ടത് നിങ്ങളുടെ അറിവാണ് ആയുധം ഉപയോഗിച്ച് അവയെ ഈ തോട്ടം മാനേജ്മെൻറ്റ് ഇവിടുത്തെ വേലാധികാരികളൊക്കെ നിങ്ങൾ നശിപ്പിച്ച് നാരായണക്കല്ല് പിടിക്കണം. നിങ്ങൾക്ക് ദൈവാനുഗ്രഹം എന്നും കൂടെയുണ്ട്. പിന്നെ അതുപോലെ തന്നെ ദൈവത്തെ ഓർത്ത് അവരെ സ്ഥലങ്ങളൊക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ സഹായിക്കണം. തീർച്ചയായിട്ടും അവരുടെ സ്ഥലം മാറ്റി വീടും വെച്ച് കൊടുക്കാൻ ഒരുപാട് പേരുണ്ട്. ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അവരൊക്കെ ഒന്ന് ഇവർക്ക് വേണ്ടി ഒന്ന് മനസ്സ് വെച്ച് കഴിഞ്ഞാൽ വലിയ ഉപകാരമായിരിക്കും. ആ കുട്ടികൾ പഠിച്ച് വളരട്ടെ. തീർച്ചയായിട്ടും വിദ്യാദാനം ഒരിക്കലും കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ, സർവ്വധന പ്രധാനം. ആ വിദ്യാദാനം വെച്ച് നിങ്ങൾ മുന്നേറണം, അവർക്ക് മുമ്പിൽ ജയിച്ച് കാണിച്ചു കൊടുക്കണം.